ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. ശരിയായി പ്രാർത്ഥന ചെയ്യുവാൻ കൃപയെ തന്നരുൾക. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായ ഈ ആരാധനയിലേക്ക് നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥനയോടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നാം എവിടെയായിരുന്നാലും ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഏറ്റവും ഒരുക്കത്തോടെ, വിനയത്തോടെ, സമർപ്പണത്തോടെ ആരാധിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന സമയത്ത് നമുക്കേയും ഭവനങ്ങളിലോ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിലോ ആയിരിക്കും, എവിടെയായിരുന്നാലും സർവ്വവ്യാപിയായ ദൈവം നമ്മുടെ ആരാധന കാണുന്നു, കേൾക്കുന്നു, അറിയുന്നു. അതുകൊണ്ട് കർത്താവിൽ പ്രിയമുള്ള ദൈവജനമേ, വളരെ ഭയഭക്തിയോടും ഒരുക്കത്തോടും ഈ ആരാധന സംബന്ധിക്കണമേ എന്ന് സ്നേഹത്തോടുകൂടി ഓർമ്മിപ്പിക്കുകയും ഈ ആരാധനയിലേക്ക് വളരെ ഹാർദമായി എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. നിന്റെ ശരീരരക്തങ്ങളാൽ ഞങ്ങളെ ജീവിപ്പിക്കുകയും നിത്യജീവനിലേക്ക് ഞങ്ങളെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായി, നല്ല പ്രഭാതത്തിനായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ജീവനുള്ള കർത്താവിനെ ആരാധിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ഭാഗ്യകരമായ പദവിക്കായി സ്തോത്രം. ജീവനുള്ള ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, നിന്റെ കരങ്ങളിലേക്ക് അടിയങ്ങളെ സമർപ്പിക്കുന്നു. സകല സൃഷ്ടികളോടും കൂടെ ചേർന്ന് നിരന്തരമായി നടത്തപ്പെടുന്ന ആരാധനയിൽ പങ്കുചേരുവാൻ ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഞങ്ങളുടെ കുറവുകളെ പൊറുക്കുകയും നിന്റെ ആത്മാവ് ഞങ്ങളെ നിറയ്ക്കുകയും ഈ ശുശ്രൂഷയിൽ പങ്കുചേരും ദൈവത്തിന്റെ അനുഗ്രഹവും കൃപകളും സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ഞങ്ങൾക്കും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ദേശത്തിനും രാജ്യത്തിനും സകല ലോകത്തിനും അനുഗ്രഹമാക്കി തീർക്കട്ടെ. സ്വർഗസ്ഥ പിതാവ് ലോകത്തെമ്പാടുമുള്ള ആരാധനകളെ നാഥൻ അനുഗ്രഹിക്കണം. ദൈവകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. നസറായനായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന്റെ സ്തുതിക്കും പുകഴ്ചയ്ക്കുമായി നാം 20-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. എല്ലാവരും യേശുനാമത്തെ എന്നേക്കും വാഴ്ത്തിടുന്ന ആരംഭിക്കുന്ന 20-ാമത്തെ കീർത്തനം നമുക്ക് ചേർന്ന് പാടാം.
ആരാധനയ്ക്കും സ്തുതികൾക്കും യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. കർത്താവേ, ഞങ്ങളുടെ ധനങ്ങളെ തുറക്കണമേ. എന്നാൽ ഞങ്ങളുടെ വായി നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സ്തുതികൾക്ക് യോഗ്യനായ നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് മഹിമപ്പെടുത്താം. സ്തുതിലിത്താനിയിൽ 4-ാമത്തെ ഭാഗം നമുക്ക് ചേർന്ന് ചൊല്ലാം. നിന്റെ ശക്തിയാലും ജ്ഞാനത്താലും സകലത്തെയും സൃഷ്ടിക്കുകയും ഞങ്ങളുടെ രക്ഷിതാവായിരിക്കാൻ നിന്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകുവാൻ തക്കവിധം ലോകത്തെ സ്നേഹിക്കുകയും ചെയ്ത പിതാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പാപമൊഴികെ സകലത്തിലും ഞങ്ങൾക്ക് തുല്യനായി തീർന്നവനും ഞങ്ങളുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയും ഞങ്ങളുടെ നീതീകരണത്തിനായി ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത പുത്രനായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. സകല സത്യത്തിലും ഞങ്ങളെ വഴി നടത്തുകയും ദൈവസ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സ്തുതിയുണ്ടാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ ദൈവമേ, നിനക്ക് സകല മഹത്വവും സ്തുതിയും എന്നും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങൾ സമാധാനവും സ്വസ്ഥതയും കണ്ടെത്തുന്നത് നിന്നിൽ മാത്രമാകുന്നുവല്ലോ. ഈ ആരാധനയുടെ സമയത്ത് നീ നിന്നെ തന്നെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ ആത്മീയ വരങ്ങളെ ഞങ്ങളുടെ മേൽ പകരണമേ. ഈ വിശുദ്ധമായ ശാന്തസമയം ദൈവിക കാര്യങ്ങളിൽ ഞങ്ങൾക്ക് പ്രയോജനമായി തീരുവാനും നീ ഞങ്ങൾക്ക് ചെയ്യുവാൻ തന്നിരിക്കുന്ന വേലയെ തികയ്ക്കേണ്ടതിനും ഞങ്ങളെ പുതുക്കി ശക്തീകരിക്കുവാനും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം കൃപ ചെയ്യണമേ. അനുതാപ ഹൃദയത്തോടെ അനുതാപ പ്രാർത്ഥനയ്ക്കായി നമുക്ക് ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ ഒരുക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മളില്ലാതെയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവിധം വിശ്വസ്തനും നീതിമാനും ആകുന്നു.
നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാപം ഒഴികെ സകലത്തിൽ നമുക്കൊരുമായി പരീക്ഷിക്കപ്പെടണത്രേ നമുക്കുള്ളൂ. ആകയാൽ കർത്താവിന്റെ പ്രിയമക്കളെ, വിനയഹൃദയത്തോടെ അനുതാപഹൃദയത്തോടെ നമ്മുടെ കുറവുകളെ കുറിച്ച് ഏറ്റുപറഞ്ഞ ന്യായവിധിക്ക് യോഗ്യനായ അധികാരിയായ സർവശക്തനത്തിന് മുൻപാകെ നമ്മുടെ കുറവുകളെ കുറിച്ച് ഓർത്ത് അനുദമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നാലാമത്തെ അനുതാപ പ്രാർത്ഥന, വിനയമുള്ള ഹൃദയത്തോടെ അനുതാപത്തോടെ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവമേ, വിചാരത്തിലും വാക്കിലും ക്രിയയിലുമുള്ള ഞങ്ങളുടെ കഠിന കുറ്റം നിമിത്തം ഞങ്ങൾ നിന്നോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് തിരുമുൻപാകെ ഏറ്റുപറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമെന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവമേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിച്ച് സകല ദോഷം ഞങ്ങളെ വിട്ടുവെച്ച് സകല നന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നിത്യജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. ആമേൻ. സർവശക്തനും കരുണയുള്ളവനുമായ കർത്താവ്, പാപങ്ങളുടെ മോചനവും മാപ്പും ജീവിതം ക്രമപ്പെടുത്തുന്ന അവസരവും പരിശുദ്ധാത്മാവിന്റെ കൃപയും ആശ്വാസവും നമുക്കേവർക്കും നൽകുമാറാകട്ടെ. കർത്താവിൽ പ്രിയമുള്ള ദൈവമക്കളെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിന്റെ വചന ശുശ്രൂഷയ്ക്കായി ഹൃദയങ്ങളെ നമുക്ക് ഒരുക്കാം. കർത്താവിനെ സ്തുതിക്കുവേൻ. കർത്താവിന്റെ നാമം സ്തുതിക്കപ്പെടട്ടെ. നമുക്ക് ഇന്നത്തേക്ക് 95-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി വായിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. നാം സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന് ഘോഷിക്കാം. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും മീതെ മഹാരാജാവ് തന്നെ. ഭൂമിയുടെ മതഭാഗങ്ങൾ അവന്റെ കയ്യിലാകുന്നു, പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവനുള്ളവ. സമുദ്രം അവനുള്ളത്, അവനതിനെ ഉണ്ടാക്കി, കരയും അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കാം, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. ചേർന്ന് ചൊല്ലാം, അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദികൾ എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. നമുക്ക് ഈ സമയത്ത് ഇന്നത്തേക്കുള്ള പഴയ നിയമ വേദപാഠഭാഗം വായിച്ച് കേൾക്കാവുന്നതാണ്. ഇന്ന് വായിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 24 വരെ. ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പിൻ. അവൻ കെദോർലായോമരിനെയും കൂടെയുള്ള രാജാക്കന്മാരെയും തോൽപ്പിച്ചിട്ട് മടങ്ങി വന്നപ്പോൾ സോദോം രാജാവ് രാജതാഴ്വര എന്ന ശാവോത്ത് താഴ്വര വരെ അവനെ എതിരേറ്റ് ചെന്നു. ശാലോം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവൻ അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്തിന്റെ അമ്രാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അവന് അമ്രാം സകലത്തിലും ദശാംശം കൊടുത്തു. സോദോം രാജാവ് അബ്രാമിനോട്, ആളുകളെ എനിക്ക് തരിക, സമ്പത്ത് നീ എടുത്തുകൊള്ളുക എന്ന് പറഞ്ഞു. അതിന് അബ്രാം സോദോം രാജാവിനോട് പറഞ്ഞത്, ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കിയെന്ന് നീ പറയാതിരിപ്പാൻ
ഞാനൊരു ചരടാകട്ടെ ചെരുപ്പുവാറാകട്ടെ നിനക്കുള്ളതിൽ യാതൊന്നുമാകട്ടെ എടുക്കുകയില്ല എന്ന് ഞാൻ സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ അത്യുന്നത ദൈവമായ യഹോവയിങ്കിലേക്ക് കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. ബാല്യക്കാർ ഭക്ഷിച്ചതും എന്നോടുകൂടെ വന്ന അനേകർ എസ്കോൽ, മമ്രെ എന്നീ പുരുഷന്മാരുടെ ഓഹരിയും മാത്രമേ വേണ്ടൂ. ഇവർ തങ്ങളുടെ ഓഹരി എടുത്തുകൊള്ളട്ടെ. ഇവിടെ 1-ാം വേദഭാഗം വായിച്ചവസാനിക്കുന്നു. ഈ വിശുദ്ധ ആരാധനയിലേക്കുള്ള പ്രത്യേക സങ്കീർത്തനം നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. 104-ാം സങ്കീർത്തനം 14 മുതൽ 30 വരെയുള്ള തിരുവചനം. 104-ാം സങ്കീർത്തനം 14 മുതൽ 30 വരെ. അവൻ മൃഗങ്ങൾക്കും പുല്ലും മനുഷ്യന്റെ ഉപയോഗത്തിനായി സസ്യവും മുളപ്പിക്കുന്നു. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. യഹോവയുടെ വൃക്ഷങ്ങൾക്ക് തൃപ്തി വരുന്നു. അവൻ നട്ടിട്ടുള്ള ലബാനോനിലെ ദേവദാരുക്കൾക്ക് തന്നെ. അവിടെ പക്ഷികൾ കൂടുണ്ടാക്കുന്നു. പെരുഞ്ഞാറുക്ക് സകല വൃക്ഷങ്ങൾ പാർപ്പിടമാകുന്നു. ഉയർന്ന മലകൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമയിലുകൾക്കും സങ്കേതമാകുന്നു. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. സൂര്യൻ തന്നെ അസ്തമാനത്തെ അറിയുന്നു. നീ ഇരുട്ട് വരുത്തുന്നു, രാത്രി ഉണ്ടാകുന്നു. അപ്പോൾ കാട്ടുമൃഗങ്ങളൊക്കെയും സഞ്ചാരം തുടങ്ങുന്നു. ബാലസിംഹങ്ങൾ ഇരയ്ക്കായി അലർന്നു. അവൻ ദൈവത്തോട് തങ്ങളുടെ ആഹാരം ചോദിക്കുന്നു. സൂര്യൻ ഉദിക്കുമ്പോൾ അവ മടങ്ങുന്നു, തങ്ങളുടെ ഗുഹകളിൽ ചെന്ന് കിടക്കുന്നു. മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു, സന്ധ്യവരെയുള്ള തന്റെ വേലയ്ക്കായി തന്നെ. യഹോവേ, നിന്റെ പ്രവൃത്തികൾ എത്ര പെരുകിയിരിക്കുന്നു! ജ്ഞാനത്തോടെ നീ അവയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. ഭൂമി നിന്റെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. വലിപ്പവും വിസ്താരവുമുള്ള സമുദ്രം അതാ കിടക്കുന്നു. അതിൽ സഞ്ചരിക്കുന്ന ചെറിയതും വലിയതുമായ അസംഖ്യം ജന്തുക്കൾ ഉണ്ട്. അതിൽ കപ്പലുകൾ ഓടുന്നു. അതിൽ കളിപ്പാൻ നീ ഉണ്ടാക്കിയ ലിവ്യാഥാൻ ഉണ്ട്. തക്ക സമയത്ത് തേൻ കിട്ടേണ്ടതിന് ഇവ ഒക്കെയും നിന്നെ കാത്തിരിക്കുന്നു. നീ കൊടുക്കുന്നതിനെ അവ പെറുക്കുന്നു. തൃക്കൈ തുറക്കുമ്പോൾ അവയ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. തിരുമുഖത്തെ മറയ്ക്കുമ്പോൾ അവ ഭ്രമിച്ചു പോകുന്നു. നീ അവയുടെ ശ്വാസം എടുക്കുമ്പോൾ അവ ചത്ത് പൊടിയിലേക്ക് തിരികെ ചേരുന്നു. ചേർന്ന് ചൊല്ലാം. നീ നിന്റെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. നീ ഭൂമിയുടെ മുഖത്തെ പുതുക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യങ്ങളും ഇപ്പോഴും എന്നേക്കുള്ള പ്രകാരം തന്നെ. ആമേൻ. ഈ വിശുദ്ധ ആരാധനയിൽ വായിക്കാനുള്ള ലേഖന വേദപാഠഭാഗം അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള തിരുവചനം ശ്രദ്ധയോടുകൂടി കേൾക്കുവിൻ. കൊരിന്ത്യർ സഭയ്ക്ക് പൗലോസ് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നിങ്ങൾ വിവേകികൾ എന്ന് വെച്ച് ഞാൻ പറയുന്നു. ഞാൻ പറയുന്നത് വിവേചിക്കുവിൻ. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മ അല്ലയോ? നാം നുറുക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ അല്ലയോ? അപ്പം ഒന്ന് ആകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. ഇവിടെ ലേഖന വേദപാഠഭാഗമായി അവസാനിക്കുന്നു. ദൈവമേ, നിനക്ക് സ്തോത്രമുണ്ടാകട്ടെ. സഭയുടെ പാട്ട് നമുക്ക് വാക്യപ്രതിവാക്യമായി ചൊല്ലാം. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു.
കർത്താവ് നീയാകുന്നു എന്ന് ഞങ്ങൾ അനുസരിച്ചു കൊള്ളുന്നു. നിത്യപിതാവായ നിന്നെ ഭൂമിയെല്ലാം വന്ദിക്കുന്നു. സകല ദേവദൂതന്മാരും പരമണ്ഡലങ്ങളും അവയിലുള്ള സകല അധികാരങ്ങളും നിന്നെ നോക്കി ആർക്കുന്നു. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആകാശവും ഭൂമിയും നിന്റെ പ്രഭാവമഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കെരൂബുകളും സറാഫുകളും നിന്നെ നോക്കി ഇടപെടാതെ ആർക്കുന്നു. അപ്പോസ്തലന്മാരുടെ പ്രഭാവ സമൂഹം നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകന്മാരുടെ ഉത്തമ സംഘം നിന്നെ സ്തുതിക്കുന്നു. രക്തസാക്ഷിക്കാരുടെ ശ്രേഷ്ഠ സൈന്യം നിന്നെ സ്തുതിക്കുന്നു. അളവില്ലാത്ത മഹത്വമുള്ള പിതാവായ നിന്നെയും നിന്റെ വന്ദിതനായ സത്യേകപുത്രനെയും ആശ്വാസപ്രദനായ പരിശുദ്ധാത്മാവിനെയും ലോകത്തിലെല്ലായിടവുമുള്ള വിശുദ്ധ സഭ അനുസരിച്ചു കൊള്ളുന്നു. ക്രിസ്തുവേ, നീ മഹത്വത്തിന്റെ രാജാവാകുന്നു. നീ പിതാവിന്റെ നിത്യപുത്രനാകുന്നു. മനുഷ്യരെ രക്ഷിപ്പാൻ നീ ഫലമേറ്റപ്പോൾ കന്യകയുടെ ഗർഭത്തെ വെറുത്തില്ല. നീ മരണത്തിന്റെ മൂർച്ചയെ ജയിച്ചപ്പോൾ എല്ലാ വിശ്വാസികൾക്കും സ്വർഗരാജ്യത്തെ തുറന്നു. നീ ദൈവത്തിന്റെ വലതുഭാഗത്ത് പിതാവിന്റെ പ്രഭാവത്തോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ വിധികർത്താവായി നീ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആകയാൽ നിന്റെ വലിയ രക്തം കൊണ്ട് നീ വീണ്ടെടുത്തവരായി നിന്റെ അടിയാർക്ക് സഹായിക്കണമെന്ന് ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവരെ എന്നേക്കുമുള്ള മഹത്വത്തിൽ നിന്റെ വിശുദ്ധന്മാരോടുകൂടെ എണ്ണിക്കൊള്ളണമേ. കർത്താവേ, നിന്റെ ജനങ്ങളെ അന്വേഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ ഭരിച്ച് എന്നേക്കും അവരെ ഉയർത്തണമേ. ദിനംപ്രതി നിന്നെ മഹത്വപ്പെടുത്തുന്നു. നിന്റെ നാമത്തെ കാലാവസാനം കൂടാതെ ഞങ്ങൾ വന്ദിക്കുകയും ചെയ്യുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെ പാപം കൂടാതെ കാത്തരുളണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങൾ നിങ്ങൾ ആശ്രയിക്കുന്ന പ്രകാരം നിന്റെ കരുണ ഞങ്ങളുടെ മേലുണ്ടായിരിക്കണമേ. ചേർന്നതെല്ലാം കർത്താവേ, ഞാൻ നിങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഞാൻ ഒരിക്കലും ലജ്ജപ്പെടരുതേ. ഇന്നത്തേക്കുള്ള സുവിശേഷ പാഠഭാഗം നമുക്ക് ഈ സമയത്ത് വായിച്ച് കേൾക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള തിരുവചനം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 12 മുതൽ 26 വരെയുള്ള ദൈവവചനം കേൾക്കുക. പെസഹ കുഞ്ഞാടിനെ അറുക്കുന്നതായ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിനോട്, നീ പെസഹ കഴിക്കുവാൻ ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് ചോദിച്ചു. യേശു ശിഷ്യന്മാരിൽ 2 പേരെ അയച്ചു. നഗരത്തിൽ ചെല്ലുവിൻ. അവിടെ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങളെ എതിർപ്പെടും. അവന്റെ പിന്നാലെ ചെന്ന് അവൻ കടക്കുന്നിടത്ത് ആ വീട്ടുടയവനോട്, ഞാൻ എന്റെ ശിഷ്യന്മാരുമായി പെസഹ കഴിക്കാനുള്ള ശാല എവിടെയെന്ന് ഗുരു ചോദിക്കുന്നു എന്ന് പറയുമെന്ന്. അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും. അവിടെ നമുക്ക് ഒരുക്കുവിനെന്ന് പറഞ്ഞു. ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിൽ ചെന്ന് അവൻ തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ടു പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ യേശു 12 കൂടെ വന്നു. അവർ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ യേശു, നിങ്ങളിൽ ഒരുവൻ എന്നോടുകൂടെ ഭക്ഷിക്കുന്നവൻ തന്നെ എന്നെ കാണിച്ചു കൊടുക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. അവർ ദുഃഖിച്ചു. ഓരോരുത്തൻ ഞാനോ ഞാനോ എന്ന് അവനോട് ചോദിച്ചു തുടങ്ങി. യേശു അവരോട്, 12 ഒരുവൻ എന്നോടുകൂടെ താലത്തിൽ കൈമുക്കുന്നവൻ തന്നെ. മനുഷ്യപുത്രൻ പോകുന്നത് തന്നെ കുറിച്ച് എഴുതിയിരിക്കുന്ന പോലെ തന്നെ സത്യം. മനുഷ്യപുത്രനെ കാണിച്ചു കൊടുക്കുന്ന മനുഷ്യനോ അയ്യോ കഷ്ടം. ആ മനുഷ്യൻ ജനിക്കാതിരുന്നുവെങ്കിൽ അവന് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ യേശു അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു.
എല്ലാവരും അതിൽ നിന്നും കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിലുള്ള എന്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന നാൾ വരെ ഞാൻ അതിനെ അനുഭവിക്കുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവ് മലയ്ക്ക് പോയി. സുവിശേഷ പാഠഭാഗം വായിച്ച് അവസാനിക്കുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. തിരുവചന ധ്യാനത്തിന് മുന്നോടിയായി നമുക്ക് 215 കീർത്തനം ചേർന്ന് പാടാം. കീർത്തനം 215 പാടിയതിനു ശേഷം തിരുവചന സന്ദേശം കേൾക്കാം. എൻ പ്രിയന്റെ സ്വരം ഇമ്പം എനിക്കത് എന്നാരംഭിക്കുന്ന 215 കീർത്തനം. അപ്പം ഒന്നാകൊണ്ട് പലരായി നാം ഒരു ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. നമ്മുടെ തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ക്രിസ്തുവിന്റെ ശരീരത്തിന്റെയും രക്തത്തിന്റെയും സക്രമന്തുകൾ രക്ഷയ്ക്ക് മുഖാന്തരമായി നിയമിച്ച ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട യേശു ഓരോ തവണ വിശുദ്ധ മേശയിലെടുത്ത് വരുമ്പോഴും ക്രിസ്തുവിനെ ഭക്ഷിക്കുവാൻ, ക്രിസ്തുവിനെ പാനം ചെയ്യുവാൻ, ഞങ്ങൾ ക്രിസ്തുവിന് വളരാനുള്ള മുഖാന്തരമൊരുക്കുവാൻ ഞങ്ങളെ സഹായിക്കുക. നിത്യതയിലേക്കുള്ള യാത്രയിൽ വിശുദ്ധ സംസർഗമെന്ന കൂദാശ ഞങ്ങൾക്ക് ഊർജദായകമാക്കുക. നാഥന്റെ കരങ്ങളിലേക്ക് ഇതാ അടിയങ്ങളെ സമർപ്പിക്കുന്നു. രക്ഷകനും കർത്താവുമായ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം നേരും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു സ്ഥാപിച്ച കൂദാശകളിൽ 2 കൂദാശകളിൽ ഒരെണ്ണമാണ് വിശുദ്ധ സംസർഗ ശുശ്രൂഷ. പലവിധമായ പേരുകളിലാണിത് അറിയപ്പെടുക. കർത്താവിന്റെ അത്താഴം,
തിരുവത്താഴ് ശുശ്രൂഷ, അങ്ങനെ പലവിധമായ പേരുകളിൽ ആ കൂദാശ അറിയപ്പെട്ടു. ദക്ഷിണേന്ത്യ സഭ 2 കൂദാശകളാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അത് രണ്ടും ഡൊമിനിക്കൽ സാക്രമെന്റ്സ് ആണ്, ക്രിസ്തു സ്ഥാപിത കൂദാശകൾ. ക്രിസ്തു കൽപ്പിച്ചാക്കിയ രക്ഷയുടെ മുഖാന്തരങ്ങളാകുന്നു ഈ 2 കൂദാശ. അത് സ്നാനമെന്ന കൂദാശ വൺസ് ഫോർ എവർ, ഒരിക്കൽ എന്നേക്കുമായി. രണ്ടാമത് കർത്താവ് കൽപ്പിച്ചാക്കിയ തിരുവത്താഴം എന്ന കൂദാശ കൂടി വരുമ്പോഴൊക്കെയും കണ്ടിന്യൂസ് പ്രോസസ്, ആവർത്തിച്ച് 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 അനുഷ്ഠിക്കേണ്ടുന്ന ഒരു കൂദാശയാകുന്നു തിരുവത്താഴം എന്ന അനുഗ്രഹീതമായ രക്ഷയുടെ മുഖാന്തരമായ കൂദാശ. ഗ്രീക്ക് ഭാഷയിൽ ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതിന് 2 പദങ്ങളുണ്ട്. ഒന്ന് എസ്പിയോ. എസ്പിയോ എന്ന പദത്തിന്റെ അർത്ഥം സ്വാളോ എന്നാണ്. രുചി അറിയാതെ, തൊണ്ട തൊടാതെ വിഴുങ്ങുക ഒക്കെ നമുക്ക് പറയാം. മരുന്ന് കഴിക്കുന്നത് അങ്ങനെ, രുചിഭേദങ്ങൾ അറിയാതെ, കയ്പറിയാതെ, തൊണ്ട തൊടാതെ അതിന് വിഴുങ്ങുന്നു, സ്വാളോ. രണ്ടാമത് ഗ്രീക്ക് ഭാഷയിൽ ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഒരു പദപ്രയോഗം ട്രോഗോ എന്നാണ്. ട്രോഗോ, അതിന്റെ അർത്ഥം ച്യൂ, ചവയ്ക്കുക എന്നാണ്. അതിന്റെ അർത്ഥം ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്, തുടർച്ചയുള്ള, തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു പ്രക്രിയയുടെ പേരാണ് ട്രോഗോ. ചൂയിങ്കം, ബബിൾഗം ആരും വിഴുങ്ങാറില്ല, അത് ചവച്ച് ചവച്ച് ചവച്ച്. കർത്താവിന്റെ തിരുമേശ ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്, ഒരിക്കൽ എന്നേക്കുമായിട്ടല്ല. കൂടി വരുമ്പോഴൊക്കെ കർത്താവിന്റെ ശരീരവും രക്തവും എനിക്ക് വളരാനുള്ള മുഖാന്തരങ്ങളാക്കി ആവർത്തിച്ച് ആവർത്തിച്ച് വിശ്വാസത്തോടെ, ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ സ്വീകരിക്കുന്ന അനുഗ്രഹീതമായ ഒരു കൂദാശയാണ് കർത്താവ് കൽപ്പിച്ചാക്കിയ കൂദാശ. ജീവന്റെ വിലയുള്ള കൂദാശയാണ്, വളരെ ഒരുക്കത്തോടുകൂടി ചെയ്യുന്ന കൂദാശയാണ്. പക്ഷേ വളരെ ലാഘവത്തോടെ, ഒരു ഒരുക്കവുമില്ലാതെ, ഒരു വിനയവുമില്ലാതെ, ഒരു സമർപ്പണവുമില്ലാതെ, ഒരു വിശ്വാസവുമില്ലാതെ ചടങ്ങുപോലെ വന്നെടുത്ത് അർത്ഥ മലിനീകരണമാക്കി തീർക്കുന്ന ഒന്നാക്കി നമ്മളതിനെ മാറ്റി. യേശുവിന്റെ ജീവന്റെ വിലയുള്ള കൂദാശയാണ് എന്ന് നാം വിസ്മരിക്കുന്നു. മർക്കോസിന്റെ മാളികമുറിയിൽ അവന്റെ ശരീരവും രക്തവും നമുക്ക് കൽപ്പിച്ചരുളിയ കൂദാശയാണ്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും ഇത് ചെയ്യണം. എന്നിട്ടും പേരുകൊണ്ട് ക്രിസ്ത്യാനിയായ നമ്മിൽ പലരും പോലും അത് മുഖവരിക്കെടുക്കാതെ കൂദാശ ശുശ്രൂഷ അർപ്പിക്കുന്നതിന് മുഖം നോക്കിയും സൗകര്യം നോക്കിയും ഒക്കെയും എടുത്തതിനെ നിഷ്ഫലമാക്കി തീർക്കുന്ന ഒരു പ്രവണതയായിട്ട് ഓർക്കുക. യേശുവിന്റെ ജീവന്റെ വിലയുള്ള കൂദാശയാണ് ഇത്. അലക്ഷ്യമായി തോന്നിയതുപോലെ നിസ്സംഗഭാവത്തോടുകൂടി, ഒരു വിനയവുമില്ലാതെ, ഒരുക്കവുമില്ലാതെ എടുക്കുമ്പോൾ അനുഗ്രഹത്തെക്കാൾ കൂടുതൽ ശാപത്തിന് വഴിമാറുമെന്ന ഭയത്തോടും വിറയലോടും കൂടി ഓർക്കും. അത്രത്തോളം വിനയത്തോടുകൂടി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കൂദാശയാണ് കർത്താവിന്റെ തിരുമേശ. ഇത് കർത്താവ് കൽപ്പിച്ച് ആക്കിയതാണ്. അവന്റെ ശരീരവും രക്തവും
അപ്പവും വീഞ്ഞുമായി നമ്മളതിനെ സ്വീകരിക്കും. സ്വീകരിക്കുന്നവന്റെ വിശ്വാസമാണ് കൂദാശയെ അനുഗ്രഹമാക്കി തീർക്കുക. ഓർക്കുക, കൂദാശ സ്വീകരിച്ചതിന് ശേഷം, അപ്പവും വീഞ്ഞും സ്വീകരിച്ചതിന് ശേഷം അവസാനത്തെ സ്തോത്ര പ്രാർത്ഥന പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ വിശ്വാസത്തോടെ കർത്താവിന്റെ ശരീരരക്തങ്ങളെ കൈക്കൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ വിശ്വാസത്തോടെ കൈക്കൊണ്ട് നമുക്ക് സ്വീകരിക്കുന്നവന്റെ ഒരുക്കവും, സ്വീകരിക്കുന്നവന്റെ വിശ്വാസവും, സ്വീകരിക്കുന്നവന്റെ ഭയഭക്തിയും, സ്വീകരിക്കുന്നവന്റെ വിനയവുമാണ് അപ്പത്തെ ക്രിസ്തുവിന്റെ ശരീരമായും വീഞ്ഞിനെ രക്തമായും രൂപാന്തരപ്പെടുത്തി നമുക്കത് അനുഗ്രഹമാക്കി തീർക്കുക എന്ന് ഓർക്കുക. സ്വീകരിക്കുന്നവന്റെ സമർപ്പണം, സ്വീകരിക്കുന്നവന്റെ ഒരുക്കം, സ്വീകരിക്കുന്നവന്റെ വിശ്വാസം, വിശ്വാസത്തോടുകൂടി സ്വീകരിക്കുമ്പോഴാണ് അത് ജീവിതത്തിൽ അനുഗ്രഹമായി തീരുക. ഐരനേസ് എന്ന് പറയുന്ന സഭാപിത പറയുന്നത് നിത്യജീവനിലേക്കുള്ള ഔഷധമാണിത്. ക്രിസ്തുവിന്റെ ശരീരവും രക്തവും നിത്യജീവനിലേക്കുള്ള ഔഷധമാണ്. തീർച്ചയായിട്ടും അതങ്ങനെ തന്നെ ആക്കട്ടെ. ദേവാലയത്തിൽ കൂദാശ അർപ്പിക്കുമ്പോൾ, തിരുമേശ ഒരുക്കുമ്പോൾ ഓർക്കുക, ശുശ്രൂഷകൻ അവിടെ ഒന്നുമല്ല, പ്രസക്തമല്ല. ക്രിസ്തുവാണ് അവിടെ സന്നിഹിതനാകുക. വിശ്വാസത്താൽ ആ ക്രിസ്തുവിനെ കണ്ടുകൊണ്ട് വേണം കൂദാശ സ്വീകരിക്കുവാൻ, അപ്പവും വീഞ്ഞും സ്വീകരിക്കുവാൻ, വിനയത്തോടെ, ഒരുക്കത്തോടെ. ക്രിസ്തുവാണ് അവിടെ സന്നിഹിതനാകുക, പുരോഹിതനല്ല. പുരോഹിതൻ ക്രിസ്തുവിന് പ്രതിരൂപമായി മാറുകയും ക്രിസ്തുവോട് സന്നിഹിതനായി ശരീരവും രക്തവും നമുക്ക് ഏൽപ്പിച്ചു തരുകയും ചെയ്യുക. അതുകൊണ്ട് ഇനിമേൽ കൂദാശയ്ക്ക് വരുമ്പോൾ ഓർക്കുക, അവിടെ ശുശ്രൂഷ സമയത്ത് നിൽക്കുന്നത് ക്രിസ്തുവാണ്, ക്രിസ്തു സന്നിഹിതനാണ് ശുശ്രൂഷ എന്ന ബോധ്യത്തോടുകൂടി വേണം നമ്മളതിനെ ഉൾക്കൊള്ളുവാൻ. അതുകൊണ്ട് തന്നെയാണ് ഒരുക്ക പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി പറയുന്നത്, നമ്മുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ, ലിഫ്റ്റ് അപ്പ് യുവർ ഹാർട്ട്സ്. നിങ്ങളുടെ ഹൃദയങ്ങളെ ഉയർത്തുവിൻ, ഞങ്ങളവയെ കർത്താവിലേക്ക് ഉയർത്തും. തിരുമേശയിലേക്ക് അടുത്തു വരുമ്പോൾ ഭക്തനായ മനുഷ്യൻ പറയുന്നത്, ഞാൻ എന്റെ ഹൃദയത്തെ കർത്താവിലേക്ക് ഉയർത്തിയിട്ടാണ് ഈ തിരുമേശയിലേക്ക് ഒരുക്കത്തോടെ കടന്നു. തിരുമേശയിലേക്ക് വരുമ്പോൾ കർത്താവിലേക്ക് ഹൃദയങ്ങളെ ഉയർത്തിക്കൊണ്ടുവേണം നമ്മളതിനെ സ്വീകരിക്കുവാൻ. എത്ര നിർമ്മലമായ, എത്ര അർത്ഥപൂർണമായ, രക്ഷാകരമായ, അനുഗ്രഹീതമായ, ജീവന്റെ വിലയുള്ള ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് ഉയർത്തേണ്ടുന്നത് അനിവാര്യമാണ്. തിരുമേശയിലേക്ക് അടുത്ത് വരുമ്പോൾ ഒരു വിശ്വാസി 4 ഇടങ്ങളിലേക്ക് ഒരു ഹൃദയം ഉയർത്തണം. ഒന്നാമത് മർക്കോസിന്റെ മാളിക മുറിയിലേക്ക്, സ്വർഗീയ മഹത്വങ്ങളെല്ലാം വെടിഞ്ഞ് ഒരു ദാസനെ പോലെ ഇറങ്ങി വന്നവൻ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച് ഒരു ദാസനെ പോലെ ആയിത്തീർന്ന, അന്ന് രാത്രിയിൽ അവർക്ക് ആഹാരം നോക്കിക്കൊടുത്ത മർക്കോസിന്റെ മാളിക മുറിയിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തുക. അവൻ ദാസനാണ്, അടിമയാണ്, ശരീരവർക്കും ശിഷ്യന്മാർക്ക് വേണ്ടി നോക്കിക്കൊടുത്തവൻ. രണ്ടാമത്, നമ്മുടെ ഹൃദയങ്ങളെ കാൽവരിയിലേക്ക് ഉയർത്തണം. അവിടെയാണ്, ആ കാൽവരി ഗിരിയിലാണ്, ആ കാൽവരിയിലെ കുരിശിലാണ് നമുക്ക് വേണ്ടി അവൻ നുറുക്കപ്പെട്ടത്, നമുക്ക് വേണ്ടി രക്തം ചിന്തപ്പെട്ടത്. അവിടെ കുതിർന്നു വീഴുന്ന രക്തത്തുള്ളികൾ ഓർത്തുകൊണ്ട്, നമുക്ക് വേണ്ടി യാഗമായി ഓർത്തുകൊണ്ട്, ഹൃദയങ്ങൾ കാൽവരിയിലേക്ക് ഉയർത്തിക്കൊണ്ട്, എന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രിസ്തു വഴി രക്തമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തിരുമേശയിലേക്ക് വരും. മൂന്നാമത്, മരിച്ചു, ക്രിസ്തു അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതിരാവിലെ യേശുവിനെ അടക്കം ചെയ്ത കല്ലറയിൽ അവനെ കാണാൻ വന്ന ശിഷ്യഗണങ്ങളോട് ദൂതൻ പറഞ്ഞ വാക്കിങ്ങനെയാ, അവൻ ഇവിടെയില്ല, ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഹല്ലേലൂയ! അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശുവിന്റെ തുറക്കപ്പെട്ട കല്ലറയിലേക്ക്
ഹൃദയങ്ങൾ ഉയർത്തണം. വിമോചനത്തിന്റെ, വീണ്ടെടുപ്പിന്റെ, രക്ഷയുടെ, ഉയർത്തെഴുന്നേൽപ്പിന്റെ ഒരു ശുശ്രൂഷയാണ്. പുതുജീവന്റെ ശുശ്രൂഷയാണ്, ചൈതന്യത്തിന്റെ ശുശ്രൂഷയാണ്, നവജീവൻ പ്രദാനം ചെയ്യുന്ന ശുശ്രൂഷയാണ്. അതുകൊണ്ട് തുറന്ന കല്ലറയിലേക്ക്, പ്രതീക്ഷകളിലേക്ക്, പുതുമയിലേക്ക്, തുറന്ന അവസ്ഥയിലേക്ക്, ബന്ധനങ്ങളില്ലാത്ത സ്വാതന്ത്ര്യത്തിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തിക്കൊണ്ട് വേണം തിരുമേശയിലേക്ക് അടുത്തു വരാൻ. അതൊരു പ്രതീക്ഷയാണ്. കല്ലറ, തുറന്ന കല്ലറ ജീവന്റെ പ്രതീക്ഷയാണ്. മരണത്തിനതിനെ പിടിച്ചു വയ്ക്കുവാൻ കഴിയും. അവസാനമായി നമ്മുടെ ഹൃദയങ്ങൾ നിത്യതയിലേക്ക് ഉയർത്തണം. ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. നിത്യതയിലേക്ക്, ക്രിസ്തു ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം നിത്യതയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഓരോ ആരാധനയും, ഓരോ കൂദാശയും, ഓരോ ശുശ്രൂഷകളും, ഓരോ പ്രാർത്ഥനകളും, ഓരോ നമ്മുടെ വചനം കേൾക്കുമ്പോഴും ധ്യാനിക്കുമ്പോഴും ഒക്കെ നിത്യതയിലേക്കുള്ള പ്രയാണത്തിലാണ് നാം. കുരിശിനെ നോക്കി, ക്രിസ്തുവിനെ നോക്കി വിശ്വാസ ജീവിതത്തിലൂടെ നിത്യതയിലേക്കുള്ള പ്രയാണമാണ്. അവിടെ ഹൃദയങ്ങൾ 4 ഇടങ്ങളിലേക്ക്, മർക്കോസിന്റെ മാളിക മുറിയിലേക്ക്, കാൽവരി ഉയർന്ന കുരിശിലേക്ക്, തുറന്ന കല്ലറയിലേക്ക്, അവസാനമായി നിത്യതയിലേക്ക് ഹൃദയങ്ങൾ ഉയർത്തിക്കൊണ്ടുവേണം തിരുമേശയെങ്കിൽ നമ്മൾ പങ്കെടുക്കുവാൻ. ഇത് തുടർച്ചയുള്ള ഒരു ശുശ്രൂഷയാണ്. ആവർത്തിച്ച് ആവർത്തിച്ച് ഓരോ തവണയും ഒരുക്കത്തോടുകൂടി ചെയ്യേണ്ടുന്ന അനുഗ്രഹീതമായ ഒരു ശുശ്രൂഷയാണ്. കർത്താവിനെ സ്ഥാപിച്ച് നമുക്ക് നൽകിയിരിക്കുന്നു എന്നോർക്കുക. ഒരുക്കത്തോടെ, സമർപ്പണത്തോടെ അതിൽ പങ്കെടുക്കണമെന്നാണ് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. കാരണം അത് ക്രിസ്തുവിന്റെ ജീവൻ നമുക്ക് വേണ്ടി നൽകിയ കൂദാശയാണ്. ഈ കൂദാശയുടെ സമയത്ത് ആ ഒരുക്കത്തോടു കൂടി നമ്മൾ പങ്കെടുക്കുക, വിനയത്തോടെ നമ്മൾ പങ്കെടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുക. അലക്ഷ്യമായ സമയം ദേവാലയത്തിന് പുറത്ത് നടക്കുക, അലക്ഷ്യമായ വർത്തമാനം പറയുക, അലക്ഷ്യമായി അവിടെ ഇരിക്കുക ദൈവത്തോട് നിന്നെയാണ്. കർത്താവിന്റെ കൂദാശ അർപ്പിക്കുമ്പോൾ ഒരുക്കത്തോടു കൂടി ഇരിക്കേണ്ടതാകുന്നതെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവെഴുത്ത്. നാം ഇന്ന് വായിച്ചു കേട്ട ലേഖന വേദപാഠമാണ് കൊരിന്ത്യർ സഭയ്ക്ക് പൗലോസ് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 15, 16, 17 വാക്യങ്ങൾ. നമുക്കുള്ളൊരു കമ്മ്യൂണിയൻ എന്ന് പറയുന്നത് കമ്മിങ് ടു യൂണിയൻ, കമ്മ്യൂണിയൻ ഒന്നിക്കാനുള്ള ഒരു മുഖാന്തരമാണ്, ഒന്നിക്കാനുള്ള ശുശ്രൂഷയാണ്. ഒരൊറ്റ അപ്പമാണ്, ക്രിസ്തു എന്ന ഒരു ശരീരമാണ്. എന്നാൽ നമ്മൾ പലരതിൽ വരുമ്പോൾ നമ്മളൊക്കെ ക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന കൂട്ടായ്മയുടെ ഉത്സവം. വേർതിരിവില്ലാതെ, വിഭാഗീയതകളില്ലാതെ, വ്യത്യസ്തകളില്ലാതെ പരസ്പരം ഒന്നായി ചേരും, പരസ്പരം ഒന്നിക്കുവാൻ, കം ഇൻ ടു യൂണിയൻ, ഒരുമയിലേക്ക് വരാനുള്ള ക്ഷണമാണ് എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് തിരുവെഴുത്ത്. ക്രിസ്തുവിന്റെ കൂട്ടായ്മ, അവന്റെ ശരീരത്തിന്റെ കൂട്ടായ്മ കൊടുക്കുമ്പോൾ നമ്മൾ ഒന്നായി തീരുകയാണ് ക്രിസ്തുവിൽ എന്ന ബോധ്യം. അത് പരസ്പരം കരുതാനും, പരസ്പരം സ്നേഹിക്കാനും, പരസ്പരം പങ്കുവയ്ക്കാനും, ധൈര്യപ്പെടുത്താനും ഒക്കെയുള്ള ഒരു വലിയ നിയോഗം നമുക്ക് കമ്മ്യൂണിറ്റി സർവീസ് തരുന്നുണ്ടെന്നത് മറക്കണം. ഈ വിശുദ്ധമായ കൂദാശയിൽ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ അപ്പവും വീഞ്ഞും ക്രിസ്തുവിന്റെ ശരീരമായും രക്തമായും മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. ജാപ്പനീസ് സയന്റിസ്റ്റ് മസാറു അദ്ദേഹം ഒരു പുസ്തകം എഴുതി, സീക്രട്ട് ലൈഫ് ഓഫ് വാട്ടർ, ജലത്തിന്റെ രഹസ്യാത്മക ജീവിതം. ജലത്തിന്റെ പലതരത്തിലുള്ള അവസ്ഥകളെ കുറിച്ച് പഠനം നടത്തി. അദ്ദേഹം കുറച്ച് വെള്ളമെടുത്ത് 2 പാത്രത്തിലാക്കി 2 അവസ്ഥയിൽ സൂക്ഷിച്ചു. ഫ്രിഡ്ജിനകത്ത് ഒരിടത്ത് നല്ല പാട്ട് കേൾപ്പിച്ചു, വേറൊരിടത്ത് അരോചകമായ പാട്ട് കേൾപ്പിച്ചു. രണ്ടിലുമുണ്ടായ ഐസിന്റെ പരലുകൾ വ്യത്യസ്തമായിരുന്നു. നല്ല പാട്ട് കേൾപ്പിച്ച വെള്ളം നല്ല ഐസ് ഉണ്ടാക്കിയപ്പോൾ
മോശം പാട്ട് കേട്ട വെള്ളം മോശം ഐസായി. അങ്ങനെ അദ്ദേഹം പലതരത്തിൽ പരീക്ഷിച്ചു. നല്ല വെള്ളം നല്ല ഐസായി, മോശം വെള്ളം മോശം ഐസായി. എങ്ങനെയാണോ ഏറ്റവും നല്ല രീതിയിൽ അദ്ദേഹം ആ വെള്ളത്തെ പരീക്ഷിച്ചത്, അപ്പോഴൊക്കെയും അത് അനുഗ്രഹിക്കപ്പെടുകയും നല്ലതായിത്തീരുകയായി. എന്നാൽ എപ്പോഴൊക്കെ മോശം രീതിയിൽ ആ വെള്ളത്തെ അദ്ദേഹം പരീക്ഷിച്ചു, അപ്പോഴൊക്കെയും മോശം റിസൾട്ടാണ് ഉണ്ടായത്. തീർച്ചയായിട്ടും ഓർക്കുക, വിശുദ്ധ തിരുവത്താഴ് സമയത്ത് പ്രാർത്ഥനയിൽ, വചന കേൾവിയിൽ, പാട്ടുകൾ പാടി വിശ്വാസ ഹൃദയങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഈ വിശുദ്ധ വസ്തുക്കളെ വാഴ്ത്തുമ്പോൾ ഓർക്കുക, നിർമ്മലമായ പാട്ടും നിർമ്മലമായ പ്രാർത്ഥനയും നിർമ്മലമായ വിശ്വാസത്തിന്റെ ഉച്ചാരണങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അപ്പവും വീഞ്ഞും രക്തവും ശരീരവുമായി മാറ്റപ്പെടുമെന്നതിന് സംശയമില്ല. ദൈവത്തിന്റെ ആത്മാവ് അതിന് രൂപാന്തരപ്പെട്ടു, അതിന് ചൈതന്യം, അതിന് ജീവൻ പകരും. അത് നമുക്ക് അനുഗ്രഹമായി തീരും. ഈ കുദാശ പങ്കെടുക്കുമ്പോൾ ഓർക്കുക, ഞാൻ പ്രാർത്ഥനയോടുകൂടി സ്വീകരിക്കുന്ന ഈ വിശുദ്ധ വസ്തുക്കൾ ക്രിസ്തുവിന്റെ ശരീരമാണ്, രക്തമാണ്, അതിനെ രക്ഷയ്ക്ക് മുഖാന്തരം. അതുകൊണ്ട് കർത്താവിന്റെ പ്രിയപ്പെട്ടവർ, കർത്താവിന്റെ ജീവന്റെ വിലയുള്ള ഉദാശയാണ്. ഏറ്റവും ഒരുക്കത്തോടും അതിലേറെ വിനയത്തോടും സമർപ്പണത്തോടും ഇതിന്റെ കർത്താവ് സ്ഥാപിച്ചാക്കിയതാണെന്ന ബോധ്യത്തോടും വിശ്വാസത്തോടും കൂടെ തിരുമേശയിലേക്ക് വരാൻ, ഒരിക്കൽ പോലും അലക്ഷ്യമായി കടന്നു വരാതെ ഏറ്റവും വിനയത്തോടെ വന്ന് അതിനെ പൂർണ്ണ വിശ്വാസത്തോട് ഉൾക്കൊണ്ടുകൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്നലെ എന്നതുപോലെ ഇന്നും എന്നും നമ്മെ ഒരുപോലെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ വചനം ശ്രവിച്ച് നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണത്തിന്റെ വാക്കുകളിലൂടെ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ഇവൻ പരിശുദ്ധാത്മാവിനാൽ കന്യകയിൽ ഉത്പാദിപ്പിക്കപ്പെട്ടു, ജനിച്ചു, പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടപ്പെട്ടു, ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അടക്കപ്പെട്ടു, അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി, മൂന്നാം ദിവസം മരിച്ചതിനെ ഉയർത്തെഴുന്നേറ്റു, അവൻ സ്വർഗത്തിലേക്ക് കയറി സർവ്വത്തിരിക്കുന്നു. അവിടെ നിന്ന് ന്യായം വിധിക്കുവാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിലും പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥനയായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടുകൂടെയും. ഈ വിശുദ്ധാരാധനയിലേക്കുള്ള പ്രത്യേക അപേക്ഷ. പെന്തക്കോസ്തിന് ശേഷം 12-ാം ഞായർ വിശുദ്ധ സംസർഗം എന്ന കൂദാശ സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധികാരിയായ ദൈവമേ, അനേകർക്ക് വേണ്ടി മറുവിലയായി നിന്റെ പുത്രനെ നീ നൽകിയല്ലോ. തിന്മയുടെ മേശയിലും കർത്താവിന്റെ മേശയിലും ഒരുപോലെ പങ്കുചേരുവാൻ ഞങ്ങൾ ഇടയാക്കല്ലേ. ഞങ്ങൾ അനുഗ്രഹത്തിന് പാത്രമായി തീരുമ്പോൾ നിന്റെ പുത്രന്റെ രക്തത്തിൽ ഓഹരിക്കാരായി തുല്യമല്ലോ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും കൂടെ കാലാവസരം കൂടാതെ ജീവിച്ചു വാഴുന്ന നുറുക്കപ്പെട്ടപ്പമാകുന്ന ക്രിസ്തു മുഖാന്തരം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. സമാധാനത്തിനു വേണ്ടി നമുക്ക് അപേക്ഷിക്കാം. സമാധാനത്തിന്റെ കർത്താവ്, ഐകമത്യത്തിൽ ഇഷ്ടപ്പെടുന്നവനുമായ നിത്യന്റെ ദൈവമേ, നിന്നെ അറിയുന്നതിൽ ഞങ്ങളുടെ നിത്യജീവൻ ഇരിക്കുന്നു. നിന്നെ സേവിക്കുന്നത് പൂർണ്ണ സ്വാതന്ത്ര്യമാകുന്നു.
നിന്റെ സമൃദ്ധോടെ ആശ്രയിച്ച് ഞങ്ങൾ യാതൊരു പ്രതിയോഗികളുടെയും ശക്തിയെ ഭയപ്പെടുവാതിരിക്കുവാനായിട്ട് ഞങ്ങളുടെ ശത്രുക്കളുടെ ആക്രമണങ്ങളൊക്കെയും നിന്റെ താഴ്മയുള്ള ദാസരായ ഞങ്ങളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ബലം മൂലം കാത്തുകൊള്ളേണമേ. കൃപയ്ക്കായി നമ്മുടെ കർത്താവിനോട് നമുക്ക് അപേക്ഷിക്കാം. സകല നന്മകളുടെയും കാരണനും ദാതാവുമായ സകല ശക്തിയും ബലവുമുള്ള കർത്താവേ, നിന്നെ നാമത്തോടുള്ള സ്നേഹത്തെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നട്ട് സത്യമായ ദൈവഭക്തിയെ ഞങ്ങൾ വർദ്ധിപ്പിച്ച് സകല നന്മ കൊണ്ടും ഞങ്ങളെ പോഷിപ്പിച്ച് ഇവയെ തന്നെ ഞങ്ങൾ നിന്റെ മഹാകരുണ കൊണ്ട് ഞങ്ങളെ നിലനിർത്തേണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവിൽ സ്നേഹവും വാത്സല്യവുമുള്ളവരെ, മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കാൻ 84-ാമത്തെ ഗീതം, ആത്മീയഗീതം, കൃപയേറും കർത്താവിലും വിശ്വാസം എന്ന ആത്മീയഗീതം നമുക്ക് ചേർന്ന് പാടിയതിനു ശേഷം മൈസൂർ ഹോളി ട്രിനിറ്റി CSI ഇടവകയുടെ വികാരി ഏറ്റവും പ്രിയപ്പെട്ട ജോബ് MP ജോയ് അച്ഛൻ മധ്യസ്ഥ പ്രാർത്ഥന നമ്മെ നയിക്കുന്നതാണ്. നമുക്ക് ചേർന്ന് കൃപയേറും കർത്താവിലും വിശ്വാസം എന്ന പാട്ട് പാടാം. വിശ്വാസം അതിനാൽ ഹൃദയന്നു നല്ല ശ്വാസം ദുരിതങ്ങൾ നിറയുനി ഭൂവാസം കൃപയാൽ മനോഹരമാ കൃപയും എന്നാശ്രയമായി കൃപയും എന്നാനന്ദമായി വൈരികൾ വന്നാലും എതിരുയർന്നാലും മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ തലകളെ വണക്കാം. ക്രിസ്തുവേശുവിങ്കൽ കൂടെ അനന്തമായിട്ട് ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹ സമ്പൂർണമായിരിക്കുന്ന വിശുദ്ധ ദിവസത്തിന്റെ മനോഹരമായിരിക്കുന്ന പ്രഭാതത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. അവിടുത്തെ മക്കളായിരിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് കർത്താവേ ഈ നവമാധ്യമത്തിലൂടെ അങ്ങേ ആത്മാവിലെ സത്യത്തിലും ആരാധിപ്പാൻ തക്കവണ്ണം വലിയവനായിരിക്കും ദൈവം ഒരുക്കിയ ഭാഗ്യത്തിനായിട്ടും പദവികൾക്കായിട്ടും നന്ദിയോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളെ തന്നെ കുടുംബമായിട്ട് സഭയായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ,
ഞങ്ങളുടെ സഭയെ മുഴുവനായിട്ട് അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും കുടുംബമായിട്ട് വ്യക്തികളായിട്ട് സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും അവിടുന്ന് അത്ഭുതകരമായിട്ടും അതിശയകരമായിട്ടും ജയോത്സവമായിട്ട് നടത്തുന്ന വിധങ്ങൾക്കായി ശ്രദ്ധിക്കുന്നു. ദിനംതോറും കർത്താവിൽ ആശ്രയിപ്പാൻ, ശരണപ്പെടുവാൻ, ബലപ്പെടുവാൻ തക്കവണ്ണം അവിടുന്ന് എല്ലാ കുടുംബങ്ങളെയും കർത്താവ് സഹായി പ്രാർത്ഥിക്കുന്നു. സഭയിലെ എല്ലാ സംഘടനകൾക്കായി പ്രാർത്ഥിക്കുന്നു. സൺഡേ സ്കൂളിനായിട്ട്, യുവജന സഖ്യത്തിനായിട്ട്, സ്ത്രീജന സഖ്യത്തിനായിട്ട്, ഗായക സംഘത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവെ, എല്ലാ സംഘടനകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ അംഗങ്ങളായിരിക്കുന്നവർക്കായിട്ടും നേതൃത്വം നൽകുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കായിട്ടും എല്ലാ ശുശ്രൂഷകൾക്കായി ശ്രദ്ധിക്കുന്നു. സ്വർഗത്തിലെ തമ്പുരാൻ അവിടുന്ന് പ്രിയപ്പെട്ട മക്കളുടെ എല്ലാ ശുശ്രൂഷകളെയും മാനിക്കാൻ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയിൽ പോലും പ്രാർത്ഥിക്കുന്ന കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിൽ നടന്നു പോകാതെ യഹോവയ്ക്ക് വേണ്ടി ഫലം കായ്പാൻ തക്കവണ്ണം എല്ലാ മാതാപിതാക്കളെ കർത്താവ് സഹായിക്കാൻ പ്രാർത്ഥിക്കുന്നു. നരയ്ക്കോളം ഞാൻ നിന്നെ ചുമക്കാമെന്നുള്ള വലിയ വാഗ്ദത്തത്തിനായി ശ്രദ്ധിക്കുന്ന കർത്താവേ, തളർന്നു പോകാതെ വേണം അടുത്ത റോഷിന്റെ മറവിൽ അവിടുന്ന് എല്ലാ മാതാപിതാക്കളെ പ്രാർത്ഥിക്കുന്നു. പഠിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ വേണ്ടുവോളം ബുദ്ധി, ജ്ഞാനവും വിവേകവും പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ദൈവാത്മാനെ ബലപ്പെടുത്തണം, ദൈവകൃപയിൽ പൊതിയണമേ പ്രാർത്ഥിക്കുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി പാന്തക്കവണ്ണം ഞങ്ങളുടെ എല്ലാ കുഞ്ഞുങ്ങളെയോട് സഹായം പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ വ്യത്യസ്തമായിരിക്കുന്ന ആവശ്യ ഭാരങ്ങളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, സ്വന്തമായിട്ട് ഭവനം പണിയുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, സ്വന്തമായിട്ട് ഭവനത്തിനായിട്ട് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവർക്കായിട്ട്, തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാർക്കായിട്ട്, ഉപജീവന മാർഗത്തിനായി കാത്തു പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, വിവാഹപ്രായം എത്തിയിട്ടും വിവാഹം നടക്കാത്ത പ്രിയപ്പെട്ട മക്കൾക്കായിട്ട്, കാലവർഷത്തിന്റെ കെടുതികൾ അനുഭവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. സ്വർഗീയമായിരിക്കുന്ന കൃപയയച്ച് കർത്താവേ, നിന്റെ മക്കൾക്ക് വേണ്ടി വഴികളും വാതിലും തുറന്നു കൊടുക്കണമേ. അവിടുത്തെ സ്വർഗീയമായിരിക്കുന്ന സാന്നിധ്യം അയച്ച് നിന്റെ മക്കളുടെ ആവശ്യങ്ങളിന്മേൽ സ്വർഗത്തിലെ തമ്പുരാൻ തക്ക സമയത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥിക്കുന്നു. കൊറോണ വൈറസിന്റെ ആധിക്യം അനുഭവിക്കുന്ന എല്ലാ ലോകരാഷ്ട്രങ്ങളെയും എല്ലാ ജനവിഭാഗങ്ങളെയും അവിടുത്തെ തൃപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, എല്ലാ രോഗികൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർക്കായി, നഴ്സുമാർക്കായിട്ട്, ആതുര ശുശ്രൂഷ പ്രവർത്തകർക്കായിട്ട്, സന്നദ്ധ സാമൂഹിക സംഘടനകൾക്കായിട്ട്, മത രാഷ്ട്രീയ നേതാക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ അദൃശ്യമേറെ കരം നീട്ടി കർത്താവേ, ദേശത്തിന് പൂർണ്ണമായിരിക്കുന്ന സൗഖ്യവും വിടുതലും സ്വർഗത്തിലെ തമ്പുരാൻ ഈ നാളുകളിൽ അവിടുന്ന് അയക്കും പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ ഞങ്ങളുടെ ദേശത്തിന് സൗഖ്യം വരുമല്ലോ. അവിടുത്തെ വാക്യമാക്കുന്ന യഹോവയുടെ കരം നീട്ടി കർത്താവ് എല്ലാവരെയും അവിടുന്ന് വീണ്ടും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉൾപ്പെടുന്ന ഞങ്ങളുടെ മഹാടവയ്ക്കായിട്ട്, എല്ലാ അച്ഛന്മാർക്കായി, ഉപദേശിമാർക്കായി, മിഷണറിമാർക്കായി, സിസ്റ്റേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവയ്ക്ക് നേതൃത്വം അഭിമന്യ തിരുമേനിക്കായി, കുടുംബത്തിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവക ഓഫീസേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. മഹാടവയെ ഭരിച്ച് വഴി നടത്തുവാൻ ആവശ്യമായിരിക്കുന്ന നന്മകൾ കൊണ്ട്, കൃപകൾ കൊണ്ട് നിറയ്ക്കണം. മഹാടവയുടെ എല്ലാ ശുശ്രൂഷകളിലും എല്ലാ പ്രവർത്തനങ്ങളിലും ദൈവ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ. ആത്മാവിൽ ബലം പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ദേശത്തിനായിട്ട്, രാഷ്ട്രത്തിനായി, സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ, സംപ്രീതി വർദ്ധിച്ചു വളരുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. സഭയുടെ ആത്മീയവും ഭൗതികമായിരിക്കുന്ന എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ കരുകളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടെ തക്ക സമയത്ത് വേണ്ട വഴികളും വാതിലുകൾക്കെയും തുറന്നു നൽകി സഭയെ അവിടുന്ന് ജയോത്സവമായിട്ട് വഴികൾ പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞങ്ങൾ പ്രാർത്ഥിപ്പാൻ കടപ്പെട്ടിരിക്കുന്ന, ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യപ്പെട്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ശ്രദ്ധിക്കുന്നു. പ്രിയപ്പെട്ട മക്കളുടെ ആവശ്യങ്ങളിന്മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ അവിടുത്തെ കരങ്ങളിലേക്ക് സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അവിടുത്തെ കൃപയെ ഞങ്ങളെ പൊതിയണം. ആത്മാവിനെ ഞങ്ങളെ ശക്തി പ്രാർത്ഥിക്കുന്നു. സകലമാനവും മഹത്വവും അങ്ങെടുക്കണം. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശു ക്രിസ്തുവിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. ദൈവം നമുക്ക് ചെയ്ത സകല നന്മകളെ ഓർത്തുകൊണ്ട് പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്ക് പങ്കുകാരായി തീരാം. സർവശക്തിയുള്ള ദൈവമേ, സകല കരുണകളുടെയും പിതാവേ, അയോഗ്യരായ അടിയരോടും സകല മനുഷ്യരോടും നിനക്കുള്ള സകല നന്മയ്ക്കായിട്ടും ആർദ്ര കരുണയ്ക്കായിട്ടും ഞങ്ങൾ നിനക്ക് മഹാവിനയം മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാറ്റിനുമേലായ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ലോകത്തെ വീണ്ടെടുക്കും
നിന്റെ വില ചൂടാത്ത സ്നേഹത്തിന് വേണ്ടി, കൃപാവഴികൾക്ക് വേണ്ടി, മഹത്വത്തിന്റെ പ്രത്യാശയ്ക്ക് വേണ്ടി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ മായം കൂടാതെ നന്ദിയുള്ളവരായി തീരേണ്ടതിന്, നിന്നെ സേവിക്കുന്നതിന് ഞങ്ങളെ ഏൽപ്പിച്ച് ഞങ്ങളുടെ നാളുകളൊക്കെ വിശുദ്ധിയോടും നീതിയോടും നിന്റെ മുമ്പാകെ നടന്നു. അങ്ങനെ ഞങ്ങളുടെ അതിരങ്ങൾ കൊണ്ട് മാത്രമല്ല, ഞങ്ങളുടെ നടപ്പിലും കൂടെ നിന്റെ സ്തുതിയെ പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും നിന്റെ സകലകളെയും കുറിച്ച് തക്കതായ ബോധം ഞങ്ങൾക്ക് കാണുമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. അവനും നിനക്ക് പരിശുദ്ധാത്മാവിനും സകല ബഹുമാനം മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. സർവശക്തിയുള്ള ദൈവമേ, സമയത്തേക്ക് മനസ്സോടെ ഞങ്ങളുടെ പൊതുവായ അപേക്ഷകളെ കഴിപ്പാൻ ഞാൻ കൃപ തന്നിരിക്കുന്നു. 2-3 പേർ നിന്റെ നാമത്തിൽ കൂടുമ്പോൾ അവരുടെ അപേക്ഷകൾ പ്രകാരം നൽകുമെന്ന് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഇപ്പോൾ കർത്താവേ, നിന്റെ ഇടയാളുടെ ആഗ്രഹങ്ങളുടെ അപേക്ഷകളെ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമാകുമെന്ന് നിവർത്തി വരുത്തി ഇഹലോകത്തിൽ സത്യത്തിന്റെ പരിജ്ഞാനം, പരലോകത്തിൽ നിത്യജീവൻ ഞങ്ങൾക്ക് തരണമേ. നമുക്ക് ചേർന്ന് 219 കീർത്തനം പാടാം. കീർത്തനം 219. എന്നേശുതൻ വിലതീരാ സ്നേഹമാർക്കു വർണ്ണിക്കാം, തന്നന്തികയെ ചേർന്നതായ എങ്ങറിഞ്ഞോർക്കുവാൻ സാധ്യം എന്നാരംഭിക്കുന്ന കീർത്തനം പാടാം. ആ സമയം നമ്മുടെ സ്തോത്രദാനങ്ങളെ നമുക്ക് സമർപ്പിക്കുകയും ദൈവാലയത്തിലേക്ക് വേണ്ടി വേർതിരിച്ച് മാറ്റിവെക്കുകയും ചെയ്യാം. നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 219. നമ്മുടെ ദാനങ്ങളെയും നമ്മെയും ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, നിന്റെ വാത്സല്യത്തിന് കർത്താവായ യേശുവിന് നൽകിയതിലൂടെ സകലവും ഞങ്ങൾക്ക് ദാനമായി നൽകിയ നിന്റെ അളവില്ലാത്ത സ്നേഹത്തിനും കരുതലിനുമായ നന്ദിയോട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾക്ക് ആലയത്തിലൊന്നിച്ചു വരുവാൻ സാധ്യമല്ലാതിരിക്കുമ്പോഴും ഇപ്രകാരം ആരാധിക്കുവാനുള്ള വഴികളെ തുറക്കുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ ആത്മസമർപ്പണത്തിന് പ്രതീകമായി ഞങ്ങൾ സമർപ്പിച്ചിരിക്കുന്ന ദാനങ്ങളെ കൃപയോടെ സ്വീകരിക്കണമേ. ദൈവരാജവർദ്ധനവിന് വേണ്ടി അതിനെ വേറിട്ട് നൽകുവാനും ശുദ്ധീകരിക്കുവാനും നിറഞ്ഞ ഹൃദയത്തോടും ധൈര്യത്തോടും നിനക്ക് വേണ്ടി അർപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ ദാനങ്ങളെ നീ സ്വീകരിക്കുകയും അതിനെ വാഴ്ത്തുകയും ചെയ്യണമേ. നിന്റെ കുഞ്ഞുങ്ങളുടെ ദാനങ്ങളെ സ്വീകരിച്ച് പ്രതിഫലം കൊടുക്കുന്ന നാളിൽ അമർത്തി കുലുക്കി കവിയുന്ന വലിയ അളവുകൊണ്ട് തിരിച്ചടക്കുകയും നിന്റെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ മുടങ്ങിപ്പോകാതെ എന്നും ക്ഷേമത്തോടും സമാധാനത്തോടും കാത്തുകൊള്ളുകയും ചെയ്യണമെന്നും ഞങ്ങളുടെ കർത്താവും രക്ഷകനുമായ
മൂലം ഞങ്ങൾ നിന്നോട് അപേക്ഷിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയായി നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വണക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ക്രിസ്തുവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയിലെടുത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതല്ലോ. ആമേൻ. ഹൃദയത്തിൽ വിശ്വാസത്തോടെ കർത്താവിന്റെ ആശീർവാദം എന്ന മുദ്ര ഏറ്റുകൊള്ളുവേ. നമ്മെയും സകല ലോകത്തെയും ഉണ്ടാക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിനും നമ്മെയും സകല മനുഷ്യജാതി വീണ്ടെടുത്തിരിക്കുന്ന പുത്രനായ ദൈവത്തിനും നമ്മെയും ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സകലരെയും ശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവായ ദൈവത്തിന് സർവോത്തമം എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ശുശ്രൂഷയുടെ മംഗളഗാനമായി സ്വർഗരാജപുത്രരെ യോഗ്യസ്തോത്രം പാടുവനെന്ന് ആരംഭിക്കുന്ന 377 കീർത്തനം നമുക്ക് ചേർന്ന് പാടാം. കീർത്തനം 377. സ്വർഗരാജപുത്രരെ യോഗ്യസ്തോത്രം പാടുവിൻ. യാത്ര പോകുമ്പോൾ തന്നെ യേശുവിനെ സ്തുതിപ്പിൻ. പേടിക്കേണ്ട വേഗത്തിൽ നിങ്ങൾ ദൈവത്തെ കാണും. യേശുക്രിസ്തു നിങ്ങളെ ജയത്തോടെ രക്ഷിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ള ദൈവമേ, ആരാധന സംബന്ധിച്ച നിന്റെ കുഞ്ഞുങ്ങളാ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ. നിന്റെ കൃപയാലും നിന്റെ പരിശുദ്ധാത്മാവിനാലും നിറയ്ക്കണമേ. ഓരോ കുഞ്ഞുങ്ങളുടെ ഭവനങ്ങളിലും അവർ പാർക്കുമ്പോൾ സുരക്ഷയോടെ അവരെ കരുതണമേ. നിന്റെ സ്വർഗീയമാരാകുമാരകാവ് നിന്റെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ. അവരുടെ ജോലിയിലും അധ്വാനത്തിലും ആരോഗ്യത്തിലും ക്ഷേമകാര്യങ്ങളും കൂടിയിരിക്കണമേ. അവരുടെ ഭവനങ്ങളെയും ദേശത്തെയും ചുറ്റുപാടുകളെ കർത്താവ് അനുഗ്രഹിക്കണമേ. സ്വർഗീയ നല്ല പിതാവേ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹം നൽകുവാൻ നീ കൂടുതൽ അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്ക് ആ ജീവൻ നൽകിയ യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നത് കൃപയോടെ നീ കേൾക്കണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ. നിങ്ങളുടെ ആത്മാവോടും കൂടെയും നമുക്ക് സമാധാനത്തോടു കൂടെ തന്നെ ആയിരിക്കാം. കർത്താവിന്റെ നാമത്തിൽ തന്നെ